എന്തായാലും കെവിൻ പറഞ്ഞത് വെച്ച് അരുന്ധതി മാഡം ആകെ വരണ്ടിരിക്കുക. ഇനി പേടി കയറിയിട്ട് അരുന്ധതി മാഡം വിളിച്ചു പറയുമെന്നാ ഋഷിക്കൊന്നും പറ്റിയിട്ടില്ല, വീട്ടിൽ തന്നെ ഉണ്ടെന്ന്. അങ്ങനെ എങ്ങാനും പറഞ്ഞ എല്ലാം തീർന്നില്ലേ? അത് നേരാ. ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്ന പോലാണത്രേ അവരോട് ആ ജഡ്ജി ഹരി ചോദ്യങ്ങൾ ചോദിച്ചത്. ഋഷി എന്താ പറയുന്നത്? ഋഷിയാ നമ്മുടെ ബലം. അവൻ എന്തു വന്നാലും വഴങ്ങില്ല എന്നുള്ള സ്റ്റാൻഡിൽ തന്നെയാ. അവന്റെ അഭിപ്രായത്തിന് മുകളിൽ അരുന്ധതി മാഡത്തിന് തീരുമാനം എടുക്കാൻ പറ്റുകയുമില്ല. പക്ഷെ ചന്ദ്രോത്തിൽ നിന്നൊരാൾ ഋഷിയുടെ വിഷയത്തിൽ ആ വീട്ടിൽ കയറിയത് ചെറിയൊരു കാര്യമല്ല. അല്ല, ഇന്ന് വന്നു പോട്ടെ, ഇനി അവിടെ നിന്ന് ആരും വരാതെ ശ്രദ്ധിക്കണം. ഇനി ആരെങ്കിലും എത്തിയാൽ നീ പറഞ്ഞതുപോലെ പേടിച്ച് അരുന്ധതി രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയേക്കും. പാപ്പൻ പറഞ്ഞത് നേരെ. ചന്ദ്രോത്ത് നിന്ന് ഇനി ഒരാൾ അങ്ങോട്ട് വരാൻ പാടില്ല. അതിന് വഴിയുണ്ട്. കൃത്യമായിട്ട് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ച ഇനി ചന്ദ്രോത്ത് നിന്ന് ഒരുത്തനും അരുന്ധതി മാഡത്തിന്റെ വീടിന്റെ പടി പോലും കയറില്ല. അതിനിപ്പം നമ്മൾ വിചാരിച്ച് എന്ത് ചെയ്യാനാ? വിചാരിക്കേണ്ടത് നമ്മളല്ല, ഋഷിയ.